എൻ്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ്. ഞാൻ ആരുടെ അമ്മ ആവത്തില്ല, ആൻറ്റി ആവത്തില്ല. ഉദ്ദേശിച്ചത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷാനി അറിയാലോ, അത് നമ്മുടെ 4 സഹോദരിമാരിൽ ഒരാൾ, അഹാന കൃഷ്ണയുടെ സഹോദരി. ഇപ്പോൾ ഇവരുടെ കഴിഞ്ഞ ദിവസം ഒരു Q&A സെക്ഷൻ ഉണ്ടായിരുന്നു, കുറേ പേര് റിയാക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ഇത് നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് മാത്രം എടുക്കുക. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഷാനി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഫൺ ആയിട്ട് എടുക്കുക. ഇത് ട്രോളായിട്ട് എടുക്കുക. ഇതൊരു കോമിക് ക്യാരക്ടർ പോലെ അങ്ങനെ കരുതി അങ്ങനെ എടുത്താൽ മതി. ഇത് വലിയ സീരിയസ് ആയിട്ട് ഇതിനകത്ത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. പക്ഷേ ഈ ആദ്യം പറഞ്ഞ കാര്യത്തിൽ, അതായത് അവർക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇതിനകത്ത് സഹോദരിക്ക് കുട്ടി ഉണ്ടാകുന്ന ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇവർ ഈ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല. അവരുടെ കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ കല്യാണം കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് മനസ്സിലാവുന്നില്ലത്. ഇതെന്തത്, എന്നെ കുട്ടിയാവുകയാണെങ്കിൽ എന്നെ അമ്മ എന്ന് വിളിക്കരുത്. പക്ഷേ ഇത് ഞാൻ ആരുടെയും കുട്ടിയല്ല, ഞാൻ അമ്മയുടെ കുട്ടിയാണ്. അപ്പം ഞാൻ എൻ്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ്. ഞാൻ ആരുടെ അമ്മ ആവത്തില്ല, ആൻറ്റി ആവത്തില്ല. അതെന്താ അങ്ങനെയത്? നീ അടുത്ത Q&A ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അടുത്ത് പറയുന്നുണ്ട്, എന്നാലും ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ്, പക്ഷെ ഞാൻ ആരുടെ അമ്മയാവത്തില്ല. അപ്പോൾ അത് കുട്ടി ആയിക്കഴിഞ്ഞാൽ കുഞ്ഞിപ്പോൾ പിന്നെ എന്ത് വിളിക്കും അമ്മയെന്നല്ലാതെ? ഡാഗിനിന്ന് വിളിക്കുമോ? അല്ല, ഞാൻ ചോദിച്ചതല്ല. അങ്ങനെ അമ്മുമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അമ്മുമ്മ വേറെ ഉണ്ടല്ലോ. അമ്മയെ കയറിയോ? വേണ്ട. What do you want Ozzy's baby to call you? എനിക്ക് എന്നെ കുഞ്ഞമ്മാന്നോ ചിറ്റാന്നോ ഒക്കെ വിളിച്ചാണല്ലോ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്. അതെ, മനസ്സിൽ മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങളൊരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഒരു പെരുമാറ്റം, നിങ്ങളുടെ ആ കുട്ടിത്തം നിറഞ്ഞ ആ ഒരു വർത്താനം, ആ ചിരി, അതൊക്കെ നല്ല ഒരു കുട്ടിയുടെ ഒരു രീതിയുണ്ട്. അത് അമ്മയാവാനൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ, അമ്മയെന്ന് വിളിക്കരുതെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കുട്ടി തന്നെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു. വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ, അല്ലാതെ എന്നെ ഒരു വലിയ വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരുടെ ജനിക്കുന്ന പിള്ളേർ 6 മാസം 7 മാസം 1 വയസ്സ് 2 വയസ്സുള്ള ചിന്നാണ്ടി പിള്ളേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളെ കുട്ടി? അത് ചിലപ്പോൾ അവരങ്ങനെ കാണത്തുള്ളായിരിക്കും, പേടിക്കണ്ട, ഇടിക്കും പിള്ളേ പിച്ചയും മാന്തൊക്കെ ചെയ്യും. അതങ്ങനെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അഡൽട്ടായിട്ട് കാണരുത് എന്ന് വെച്ചാൽ ഞാൻ ഇമ്മച്യൂർ ആണ്, അങ്ങനെയല്ല. എനിക്ക് ഇവിടെ വളർച്ചയുണ്ട്, എന്നാലും എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോൾ ഒരു കുട്ടിയാണ്. ഇപ്പം ലിയാൻ പോലും നമ്മളെ ഇവിടെ വളർച്ചയുണ്ട്, മനസ്സിൽ ഞാൻ കുട്ടിയാണ്. അപ്പോൾ ഇവിടെ വളർച്ചയുണ്ട്, മനസ്സും ഇത് തമ്മിൽ എന്താ സത്യത്തിൽ എവിടെയാണ് മനസ്സ്? അല്ല, എൻ്റെ ഒരു സംശയം പൊതുവെ ചോദിക്കുവാണേ, തലച്ചോറാണോ ഹൃദയമാണോ മനസ്സെന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടില്ലേ? അപ്പോൾ ഈ ബ്രെയിൻ എന്ന് പറയുന്ന തലയിൽ തന്നെ ആയിരിക്കുമല്ലോ മനസ്സ്. അപ്പോൾ ഇവിടെ വളർച്ചയുണ്ട്. അപ്പോൾ ഇവർ എന്തൊക്കെ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടാകുന്നത് എനിക്ക് മാത്രം കുട്ടിയാണ്. ഇപ്പം ലിയാൻ പോലും നമ്മളെയൊക്കെ പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്കതാ ഇഷ്ടം. സോ എന്നെ മിക്കവാറും ഞാൻ പേരെ വിളിക്കാൻ പറയൂ. ഐ ഡോണ്ട് മൈൻഡ്. എന്നെ ഞാൻ വേറെ വിളിക്കാൻ പറയൂ. ആരാ വോട്ട് ചെയ്തിട്ട് വരുന്ന ഇവിടെ ഇന്ത്യൻ പൗരൻ്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ, ചിന്നാണ്ടി പിള്ളേർ ജനിച്ച് വീണ 1 2 വയസ്സുള്ളതിൻ്റെ അടുത്തൊക്കെ എന്നെ പേര് വിളിക്കാനേ പറയത്തോളന്ന്. അവരെന്തെങ്കിലുമൊക്കെ വിളിക്കട്ടെ, അവർക്ക് ഇഷ്ടമല്ലേ അത്? കുഞ്ഞു പാവകളല്ലേ, അവർക്ക് മണ്ണ് എന്തുവാന്നോ അരി എന്തുവാന്നോ തീട്ടം എന്തോന്നോ അറിയത്തില്ല. നടക്കുന്ന സമയത്ത് എല്ലാം അരി തിന്നും, കുഞ്ഞു പാവകളാണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്നോട്ട് മണ്ണും തീട്ടം നമ്മൾ തിരിച്ചറിയത്തില്ല. അപ്പോൾ നിങ്ങളെ കാണുമ്പോഴത്തേക്കിനും എന്ത് വിളിക്കണം അവർ തോന്നുന്നു, അവർ വിളിക്കും. അവന് പ്രത്യേകിച്ച് ഗൈഡ് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ വിളിയെന്നൊക്കെ ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ പിള്ളേരുടെ പറയാൻ ഇങ്ങനെ വിളിക്കാവുള്ളൂ. നമ്മൾ കുഞ്ഞു പാവകളല്ലേ ഇവിടെ. എന്നാലും അങ്ങനെ പഠിപ്പിക്കുമായിരിക്കും അല്ലേ, അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമായിരിക്കും അല്ലേ. ഇതൊരു ഫൺ വീഡിയോ ആയിട്ട് മാത്രം എടുക്കുക. ബിത്തുന്നോ ഇഷാനിന്നോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം വിളിക്കാൻ പറയാം. അല്ലാതെ എനിക്ക് എന്നെ സീരിയസ് ആയിട്ട്, നമ്മൾ പോലും അമ്മയുടെ സിസ്റ്ററിനെ കുഞ്ഞമ്മ എന്നല്ല വിളിക്കുന്നത്, നമ്മൾ ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത്. ചിന്നമ്മ ഇസ് ദ തമിഴ് വേർഷൻ ഓഫ് കുഞ്ഞമ്മ വിളി. പക്ഷെ കുഞ്ഞമ്മ എന്നുള്ള വാക്ക് നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. എന്തോ നമ്മൾ ഒരു പ്രത്യേകതരം ജീവിതമല്ലേ. കുഞ്ഞമ്മ എന്ന് വിളിക്കത്തില്ല, ചിന്നമ്മ എന്ന്. ഞാനിങ്ങനെ ചിലരെയൊക്കെ ഇങ്ങനെ കോമഡി പോലെ ഇങ്ങനെ ആക്കി കാണിക്കുന്നതിന് ഇങ്ങനെ ചിന്നമ്മ വിളിക്കത്തുള്ളൂ, ആ കുഞ്ഞമ്മ വിളിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ കളിയാകുന്നുണ്ട്. ഞാൻ വിളിച്ചാൽ അത് കളിയാക്കുന്നതാണ്. അങ്ങനത്തെ ആളുകളില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഇച്ചിരി ഓവറാക്കി കാണിക്കുന്നത്. പക്ഷേ അങ്ങനത്തെ ആളുകളുണ്ടെന്ന് ചില വീഡിയോസൊക്കെ കാണുമ്പോഴാണ്, ഈ വീഡിയോ അല്ല വേറെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വിളിക്കാറില്ല, ഇങ്ങനെ വിളിക്കാറുണ്ട്, അങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറയുന്ന ആ രീതിയിലേക്ക് മാറുന്ന. ഞാനിങ്ങനെ എന്ത് പറ്റിയിട്ട് ഫോട്ടോ ഇരിക്കുന്ന പൂച്ചയൊക്കെ എന്താ വിളിക്കുന്നത്? ബേ എന്ന് വിളിക്കോ? എന്താ വിളിക്കുന്നത്? അങ്ങനെ ആയിരിക്കും അല്ലേ. ഇതിനിപ്പം ബോഡിയെ ഞാൻ കളിയാക്കുന്നില്ലല്ലോ. ആറ്റിറ്റ്യൂഡ് ഷെയ്മിങ് എന്ന് പറയുമോ? അല്ല, ഇതിനെന്താ പറയാൻ പറ്റുന്നത്? അമ്മ എന്ന് വിളിക്കരുത്. അപ്പോൾ ഇവരൊക്കെ അച്ഛനെ എന്ത് വിളിക്കുന്നേ? അത് ക്രിഞ്ച് വരത്തില്ലേ? അച്ഛൻ എന്നുള്ളത് മലയാളത്തിലൊരു വാക്കാണല്ലോ, എല്ലാവർക്കും ഉള്ള ക്രിഞ്ചല്ലേ. അച്ഛന് വരും എന്ത് വിളിക്കും? സാന്താക്ലോസ് അപ്പൂപ്പൻ എന്ന് വിളിക്കുമോ? ഞാൻ പൊതുവേ പറയുവാണ്, അച്ഛന് വിളിക്കുന്നൊന്നുമല്ല. ഇനി അങ്ങനെ എനിക്ക് കരുതല്ലേ. അത് അച്ഛൻ ക്രിഞ്ച് വാക്കാം, അമ്മ ക്രിഞ്ചാണെങ്കിൽ അച്ഛനെ എന്ത് വിളിപ്പിക്കും? അത് അച്ഛൻ തീരുമാനിക്കണം അല്ലേ? അച്ഛൻ തീരുമാനിക്കണമായിരുന്നു. കേട്ട് പരിചയമില്ലാത്ത കുഞ്ഞമ്മ. ഞാൻ വലിയൊരു
കുട്ടി സ്നേഹിയുള്ളൊരു കുട്ടിയല്ല. ബേബീസ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഞാനൊരു അമ്മയാവണം അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഇതൊക്കെ ഇരുന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇനി പറഞ്ഞ ക്രിഞ്ചാവും, ഇവർ പറഞ്ഞ ക്രിഞ്ചാവും. കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ലൈഫ് ലൈൻ ഹോസ്പിറ്റലുണ്ട് അടൂർ, അതിന് മുമ്പിലോട്ട് പോയി നോക്കിയാൽ മതി. ഇതൊക്കെ പറയുമ്പോൾ ആലോചിക്കണം. ഇപ്പം അമ്മയാവുന്നില്ല അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ആവണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും കിട്ടുമെന്നുള്ളത് നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ വലിയ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് ആവണ്ട, വേണ്ട നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, കൂടെ ഉള്ളവനും കൂടെ വിചാരിക്കണം. മാത്രമല്ല അതിനപ്പുറത്തേക്ക് വേറൊരാളൂടെ വിചാരിക്കണം. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് അറം പറ്റാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തെങ്കിലും ഒന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ സ്വിച്ചിട്ട പോലെ, അല്ലെങ്കിൽ പേസ്റ്റിനകത്തുനിന്ന് പേസ്റ്റിൻ്റെ ട്യൂബിൽ നിന്ന് പേസ്റ്റ് വരുന്ന എന്ന് പറഞ്ഞ് ഇടാൻ പറ്റുന്ന സാധനമല്ല കുഞ്ഞും കുട്ടിയൊന്നും. അതൊക്കെ അതിനെല്ലാവരും വിധിയും യോഗമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഇതേ തീരുമാനം ഇവരുടെ പൂർവികരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലോ, അത് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കില്ല ഇവരുടെ വീഡിയോസ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെയാണെന്ന് ഇവർ എന്നാലും ഒരു പ്രത്യേക തരം എന്തെങ്കിലും മേ ബി നോട്ട് നോ. പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ് കുഞ്ഞു കുട്ടികളെ. എൻ്റെ കുട്ടികളല്ല, മറ്റുള്ളവരുടെ കുട്ടികളെ എനിക്ക് മറ്റുള്ളവരുടെ കുട്ടികളെ ഇഷ്ടം, സ്വന്തമായിട്ട് പറയാൻ താല്പര്യമില്ലല്ലോ. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഇത് കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് വേറെ ഒരു രീതിയിലും ഒരാൾക്കും ശല്യമില്ലാത്ത എല്ലാത്തിൻ്റെയും കുഞ്ഞുങ്ങൾ, എല്ലാ ജീവികളുടെയും വേണമെങ്കിൽ മനുഷ്യൻ്റെ തന്നെ എടുത്തോട്ടെ, മറ്റൊരാൾക്കും ശല്യമില്ല. അതുങ്ങൾ വരുന്നു, ഉള്ളിലൊരു ഇതും വെക്കാതെ, ഉള്ളിലൊരു ദേഷ്യമോ വഴക്കോ ഒന്നും വെക്കാതെ നമ്മളെ വരുന്നു, പിച്ചും മാന്തും ചിരിക്കും കളിക്കും മഴയത്തിറങ്ങും. എനിക്ക് വീട്ടിൽ കുഞ്ഞുണ്ട്, അറിയാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മളെ ഏറ്റവും വലിയൊരു ഏറ്റവും മനുഷ്യൻ്റെ ഏറ്റവും ഒരു സത്യസന്ധമായ ഫേസ്, അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കമായ ഫേസ്. അങ്ങനെ കുഞ്ഞുങ്ങളോട് ഇച്ചിരി കട്ടിയുള്ള മനസ്സാണെങ്കിലും കുറച്ച് നേരം മിങ്കിളായി കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളോട് അടുത്തിരിക്കാൻ പറ്റാത്ത മനസ്സുള്ളവർ ഏറ്റവും വലിയ എത്ര കാഠിന്യമുള്ള മനസ്സായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും കാടിലുള്ള മനസ്സായിരിക്കും. ഒരു പൂ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വിരിഞ്ഞ് നിൽക്കുമ്പോൾ അതിൻ്റെ മണം സുഗന്ധം പരത്തുമ്പോഴാണ്. അത് തട്ടിക്കളയെന്ന് പറഞ്ഞ മനസ്സെന്തായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഏറ്റവും സോഫ്റ്റ്. അതിനൊന്ന് കാണുമ്പോൾ ഒന്ന് വാരി പുണരാതെ, അതിനെ ഒന്ന് കവിളിലൊന്ന് തൊടാതെ നമുക്കൊന്ന് അങ്ങനെ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഏറ്റവും സോഫ്റ്റ് മനസ്സുള്ള, അല്ലെങ്കിൽ അത്രയും സോഫ്റ്റുള്ള മനസ്സുള്ളവർക്ക് അങ്ങനെ കുഞ്ഞുങ്ങളെ തലോടാൻ പറ്റുമോ? അത്രയും നിഷ്ഠൂരമായിട്ടുള്ള മനസ്സുള്ള, ക്രൂരമായ മനസ്സുള്ള, ജബ്ബാറായ മുഖമുള്ളവർക്ക് നിഷ്ഠൂരം എന്ന് പറയും. ഈ പറയുന്ന തൊട്ട് കുഞ്ഞുങ്ങളെ അങ്ങനെ തലോടാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ ഇവരങ്ങനല്ല കേട്ടോ, സ്വന്തം കുഞ്ഞുങ്ങളോടുള്ള അങ്ങനെ താല്പര്യമില്ലാത്തത് മറ്റുള്ളവർ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുകയും പിടിക്കുകയും ചെയ്യും. എടുക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് യെസ് കിട്ടില്ല. എൻ്റെ കുട്ടികളല്ല, മറ്റുള്ളവരുടെ കുട്ടികളെ എനിക്ക് കൊഞ്ചിക്കാനും എടുക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് യെസ് ഐ ആം. ഇവിടെ കിടക്കുന്നത് എനിക്കിപ്പോൾ 24 വയസ്സായിട്ടേ ഉള്ളൂ. അടുത്തൊരു 4-5 വർഷം. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, സഹോദരിയുടെ കല്യാണമാണോ ഇപ്പോഴാണ് ഇവരുടെ കല്യാണം എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് അവർക്ക് ഇപ്പോഴേ 24 വയസ്സേ ആയിട്ടുള്ളൂ. കല്യാണത്തെ പറ്റി ആയിട്ടേ ഉള്ളൂ. അടുത്തൊരു 4-5 വർഷം നിങ്ങളൊന്നും ആലോചിക്കേ വേണ്ട. അല്ലെങ്കിൽ എൻ്റെ മനസ്സ് വല്ലതും പെട്ടെന്ന് മാറണം. ബട്ട് മാറാതിരിക്കട്ടെ, അവങ്ങൾ രക്ഷപ്പെടട്ടെ. മാറത്തില്ല. എപ്പോൾ വേണോ കല്യാണം കഴിക്കല്ലോ. വാട്ട്സ് ദ ധൃതി? എനിക്കൊരു കൊച്ചുകുട്ടിയുടെ എൻ്റെ അച്ഛൻ്റെ അമ്മേനെ കുഞ്ഞു മോളായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. അതാണല്ല, അങ്ങനെ ഇരിക്കുന്നതല്ല. എന്തിനാ വേറൊരാളുടെ ജീവിതം കളയുന്നത്? അല്ല, വേറൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി നിങ്ങൾ പുതുതായിട്ടൊരു ജീവിതം മെനയുന്നത്. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പോകും, അവരവരുടെ രീതിയിൽ പോട്ടെ. പക്ഷേ ഇതിനകത്ത് ഈ ഒരു കാര്യം വേറെ എല്ലാം നോക്കാൻ പറയും. എന്നെ മാമ എന്നൊക്കെ വിളിക്കുന്ന പെങ്ങളുടെ കുഞ്ഞുങ്ങൾ മാമ എന്ന് വിളിക്കുന്ന നമുക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ചിലപ്പോൾ അതിന് മുമ്പ് പറയും. പക്ഷേ അതായിക്കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചാൽ നമുക്കൊരു പ്രശ്നമില്ല. അത് ചിലപ്പോൾ ഇവർക്ക് ആവാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നത്. പിന്നെ കുഞ്ഞുങ്ങളോട് എനിക്ക് നിങ്ങൾ പറയും, കുഞ്ഞുങ്ങളോട് സ്നേഹിക്കണം. വേറെ നമ്മളെ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ തുള വരികയും നമ്മുടെ ദേഹത്ത് മൂത്രം ഒഴിക്കുകയും എടുത്ത് വെക്കുകയും തൂറ് വെക്കുകയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്കൊന്നും നമ്മളോടില്ല, ഒരു ദേഷ്യവും ഇല്ല. നമ്മൾ മിഠായി കൊടുത്താൽ ചിലപ്പോൾ വാങ്ങും, ചിലപ്പോൾ കളയും. അവർ മനസ്സൊന്നും വെച്ച് പെരുമാറില്ല. അവരെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരുപക്ഷെ മൃഗങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടാം. നമ്മുടെ മൃഗങ്ങൾ മീൻസ് ഈ രാജവെമ്പാലയുടെ കുഞ്ഞിന് പോലും വിഷമുണ്ട് എന്ന് പറയും. അത് പക്ഷേ കുഞ്ഞുങ്ങൾ, നമ്മുടെ വാവകൾ, മനുഷ്യ കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്നു, നമ്മളെ ഒന്നും തിരിച്ച് ചെയ്യത്തില്ല, അത് തിരിച്ചൊന്നും ഒന്നും പ്രതീക്ഷിച്ചല്ല. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുക, അത് നമുക്ക് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവുന്നതിലൂടെ കിട്ടുന്നതാണ്. അത് നമുക്ക് ജനറ്റിക്കലി കിട്ടേണ്ടതാണ്. കിട്ടാതിരുന്നിട്ട് നമുക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചാൽ മതി. കുറച്ച് നേരം നമ്മളെടുത്തുനിന്ന് കുഞ്ഞുങ്ങളായിട്ട് കളിച്ച് മിങ്കിളാകുമ്പോഴത്തേനും ഇഷ്ടപ്പെടും. പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ അമ്മ എന്ന് വിളിക്കുന്ന ഇഷ്ടമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മമ്മ അല്ലെങ്കിൽ മമ്മി എന്നൊക്കെ ആയിരിക്കും. അതൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ഇനി അച്ഛൻ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടോയെന്നും അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ റീപ്ലേസ് ചെയ്യേണ്ട കാലം ആയില്ലേ. അമ്മയെന്നുള്ളത് അച്ഛൻ എന്നുള്ളതൊക്കെ റീപ്ലേസ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു രസമില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമാണ്, ഒരു യോഗമാണ് അമ്മയാവുന്നതും അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതും അച്ഛനാവുന്നതും ഒക്കെ. നമ്മളെല്ലാ കവികളും എല്ലാ കഥാകൃത്തുക്കളും അമ്മയെ പാടിപ്പോഴുതും നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മയുടെ വേദന, അമ്മയുടെ ബുദ്ധിമുട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അച്ഛൻ എന്ന് പറയുന്നൊരു ഘടകമുണ്ട്, അതും പലപ്പോഴും ചർച്ച ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ അത് കൂട്ടിച്ചേർത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അച്ഛൻ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ലോകത്തു നിന്ന് തന്നെ നമുക്ക് ഒരുപാട് മാറ്റി നിർത്താൻ പറ്റും. ചില ദുശീലങ്ങൾ, ചില ലഹരികൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട്, വേറൊന്നുമല്ല. വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ അൽത്വാഫ്. വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.